അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം രക്തസാക്ഷികൾക്ക് തിരിതെളിയിച്ച അനുശോചനം രേഖപ്പെടുത്തി. ചേലക്കര സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾ റഹ്മാൻ, ശ്രീയേഷ് നരിപ്പറ്റ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി അജിത് താന്നിക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ TR ശ്രീജിത്ത്, ജിഷ്ണു മോഹനൻ, നികേഷ്, അജിത്, ശരത്, ഇ അഭിജിത്ത്, ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഭാരതത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ അരങ്ങേറുകയുണ്ടായി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒഴിവുകാലത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി, ഈ ഒഴിവുകാലം സന്തോഷിക്കുന്നതിന് വേണ്ടി ഭാര്യയും ഭർത്താക്കന്മാരുമായി അതുപോലെ തന്നെ കുട്ടികളായി വിനോദസഞ്ചാരത്തിന്റെ പേരിൽ ജമ്മു കാശ്മീരിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ഒരു ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്ത ഒരു കാഴ്ച നാം കാണുകയുണ്ടായി. ഈ ഭീകരാക്രമണത്തെ ഒരു കാരണവശാലും നമുക്ക് വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കുന്നൊന്നല്ല. ഒരു മതത്തിന്റെ പേരിലും ഒരു മതഗ്രന്ഥങ്ങളിലും മറ്റുള്ള മതക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയോ മത തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടിയോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഈ ഭീകരവാദത്തിന് മുൻകൈയെടുത്തവരാരായാലും അവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന കാര്യം തീർച്ചയാണ്. കണ്ണുനിറയാതെ നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചയാണ് നമ്മൾ ഇന്നിതാ ഈ നിമിഷം വരെ ഏകദേശം 29ഓളം നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് ഒട്ടനവധി നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഒന്ന് ശാന്തമാകുമ്പോൾ എവിടെയെന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചില സ്ഫോടനങ്ങൾ വഴി നമുക്ക് ദുഃഖകരമായ പല വാർത്തകൾ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ നമ്മൾ കേട്ടുവരികയാണ്. ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വിഘടനവാദത്തെയും തീവ്രവാദത്തിനെതിരെയും വേണ്ടി നമ്മളെല്ലാവരും നിന്ന് ഒരുമിച്ച് പൊരുതിയാൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഏറ്റവും വേദനാജനകമായ ഒരു ന്യൂസാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലായി നമുക്ക് ഈ വാർത്ത കൊണ്ടുതരുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തികളെല്ലാം തന്നെ, അവിടെ മരണപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ അവരുടെ ചില നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി അവർ നീക്കിവെച്ച സമ്പാദ്യവും അല്ലെങ്കിൽ ഒത്തിരി പ്ലാനുകളുമായൊരു സന്തോഷം ഉല്ലസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിലുണ്ടായുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു ജവാനും ഒരു നേവി ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസവും മാത്രമായിട്ടുള്ള അവരുടെ ഹണിമൂൺ ട്രിപ്പ് പോലെ അവിടേക്ക് പോയതാണ്. ഈ ഒരു അവസരത്തിലാണ് അവർക്ക് അവരുടെ ജീവൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ ഏതൊരു മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്, കാശ്മീരിൽ സംഭവിച്ചത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.